السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവരെയും നിർദ്ദേശിച്ചതാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ പിഴവുകൾ അല്ലാഹു വിട്ടുകൊടുത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ എല്ലാവരുടെ ഖബർ ജീവിതവും അല്ലാഹു സന്തോഷത്തിലും റാഹത്തിലുമാകട്ടെ. സ്വർഗത്തിൽ നിന്നുള്ളൊരു വാതിൽ വരെ ഖബറിലേക്ക് അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. സ്നേഹാദരവ് നിറഞ്ഞ സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിനവർ അല്ലാഹു മർക്കസു രചിച്ച അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥമാണ് പാരായണം ചെയ്യുന്നത്. മസാജിദുകളിലുള്ള ആദാബുകൾ, അതാണ് പറയുന്നത്, മസ്ജിദുകളിലുള്ള മര്യാദകൾ. ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റുപോയി തിരിച്ച സ്ഥലത്തേക്കും വരാൻ ഉദ്ദേശമായി. ക്ഷണം തന്നെയാൾ തിരിച്ചെത്തിയെന്നാൽ പിന്നെ മാറിക്കൊടുക്കണം നീയിരുന്നാൽ തന്നെ. ഒരാൾ പള്ളിയിൽ വന്നിരുന്നു കുറച്ചു നേരത്തെ. പിന്നെ ഉളു എടുക്കാനോ ഏതോ മറ്റോ എന്തൊരു വേണ്ടി പള്ളിയുടെ പുറത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഇരുന്ന സ്ഥലം അവർക്ക് തന്നെ നൽകേണ്ടതാണ്. മറ്റാരെങ്കിലും ഇരുന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ ആൾക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇതിന് ചില ആൾക്കാർ എഴുന്നേറ്റ് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം അവിടെ വെച്ചിട്ട് പോകും, ഞാൻ ഉടനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരുപാട് സമയം രാവിലെ വന്നൊരു എന്തെങ്കിലും ഒരു സാധനം അവിടെ വെച്ചിട്ട് പോയി വൈകുന്നേരം ഉച്ച കഴിഞ്ഞത് ജുമാ ടൈമാണ്, കുറേ സമയം കഴിഞ്ഞതിന് ശേഷം വരുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു സാധനവും വെച്ചു പോകാൻ പാടില്ല. കാരണം പള്ളി അത്രയും സമയം മറ്റുള്ളവർക്ക് ആരാധന ചെയ്യുന്നതിൽ നിന്ന് തടയാൻ പാടില്ലാത്തതാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. തിരുമുസ്തഫ ഇത് വ്യക്തമായി പറയുന്നതാ, അത് മുസ്ലിമിൽ നീ നോക്കിയാൽ കാണുന്നതാ. ഉദറിന്റെ പേരിൽ പോയവൻ വന്നാലേ നിൽക്കുന്നവൻ മാറേണ്ടതാ പിന്നാലെ. ഒരു സ്ഥലത്തിരുന്ന ആ ഒരാൾ എന്തോ ഒരാവശ്യത്തിന് ഒരു കാരണം കൊണ്ട് പുറത്തോട്ട് പോയി അപ്പോഴേ തിരിച്ചു വന്നു എന്നാൽ അവിടെ ഇരിക്കുന്ന ആൾ മാറിക്കൊടുക്കണം. അവൻ കുട്ടിയായാൽ തന്നെയും നീ മാറണം. ആദ്യത്തെ സൊഫാണെങ്കിലും ഒഴിവാകണം. അതുകൊണ്ട് കുട്ടികൾ നിന്ന് പോയാൽ പിന്നെ മാറ്റാതിരിക്കൽ വേണ്ടതാണേ പൊന്നെ. ഇത് തുഹഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 221 വന്നതാ. ഇന്ന് ചില പള്ളികളിൽ ആദ്യ സഫുകളിൽ അഥവാ മുന്നിട്ടുള്ള സഫുകളിൽ കുഞ്ഞുങ്ങൾ വന്നിരിക്കും. കുട്ടികൾ, വകതിരിവായ കുഞ്ഞുങ്ങൾ, നിസ്കാരം അറിയാവുന്ന അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ കുഞ്ഞുങ്ങൾ മുന്നേയുള്ള സഫുകളിൽ വന്നിരുന്നാൽ ചില ആൾക്കാർ അവരെ പിടിച്ചു മാറ്റി പുറകോട്ടാക്കുന്നതായിട്ട് കാണാം. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ആ കുട്ടികളെ തന്നെ അവിടെ ഇരുത്തണം. അങ്ങനെ മാറ്റി അവരെ പുറകോട്ടാക്കി കഴിഞ്ഞാൽ അത് മോശമായ ഒരു ചിന്തയിലേക്ക് ആ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ആദ്യം വന്നവരാരോ, കുട്ടിയാവട്ടെ, വലുതാവട്ടെ, വലിയവരാവട്ടെ, ആദ്യം ഇരിക്കുന്ന സഫുകളിൽ തന്നെ അവരിരുത്തുക. അവരെ പിടിച്ച് പുറകോട്ട് മാറ്റാൻ പാടില്ലാത്തതാണ്. ഇന്ന് ചില പള്ളികളിൽ അത് ഈ പരിപാടി കാണുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇരിക്കുന്ന സ്ഥലത്തേക്കാൾ സവാബ് കുറഞ്ഞതിൽ മാറിക്കൊടുക്കൽ കുരിക എന്ന നിയമമിൽ. ഇരിക്കുന്ന സ്ഥലത്തേക്കാൾ പ്രതിഫലം കുറഞ്ഞ സ്ഥലത്തേക്ക് മാറിക്കൊടുക്കൽ കറാത്താണ് എന്ന് വന്നിരിക്കുന്നു. ഇമാമിൻ്റെ അടുത്ത് നിൽക്കുക, ഇമാമിനോട് ചേർന്ന് ആദ്യത്തെ സഫയിൽ നിൽക്കുക, അതൊക്കെ കൂലി കൂടുതൽ കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അവിടുന്ന് മാറി മറ്റു സ്ഥലത്തേക്ക് ഇരിക്കുക, അത് കറാത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണെന്ന്. സാദാത്ത് ഉലമ വന്നു കണ്ടാലൊന്ന് മാറിക്കൊടുക്കാമെന്ന് നിയമം വന്ന് കൽയൂബിൽ നീ നോക്കിയാൽ കാണുന്നതാ.
287 ഒന്നിൽ വന്നതാ. എന്നാൽ നമ്മൾ മുൻ സഫിലിരിക്കുകയാണ്. ഏതോ ഒരു അഹ്ലു ബൈത്ത്, ഒരു തങ്ങൾ വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഉന്നതനായ ഒരു ഉസ്താദ് വരുന്നുണ്ട്, ഒരു പണ്ഡിതൻ വരുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യാം? അവരെ ബഹുമാനിച്ചുകൊണ്ട് ആ സ്ഥലത്ത് അവരെ ഇരുത്തുന്നതിന് വേണ്ടി നമ്മൾക്ക് മാറിക്കൊടുക്കാവുന്നതാണ്. അത് അദബാണ്, മര്യാദയാണ്. അത് ചെയ്യേണ്ടതാണ്. സാദാത്തുക്കൾ, ഉലമാക്കൾ, പണ്ഡിതന്മാർ, മുത്തുനബിയുടെ അഹ്ലുകാർ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാറിക്കൊടുക്കാം. അത് നല്ലൊരു കാര്യമാകുന്നു. അതാത് വ്യക്തികൾക്കുള്ള സ്ഥാനം നിങ്ങളും കൽപ്പിക്കണം എന്നാണ് തിരുനബി തങ്ങളും. ഓരോരുത്തർക്കുമുള്ള സ്ഥാനങ്ങൾ നമ്മൾ വകവെച്ചു കൊടുക്കണം. പണ്ഡിതന്മാർ, സയ്യിദന്മാർ, ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികൾ, അവർക്കുള്ള സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കണം. അപ്പോൾ അവരെ പരിഗണിച്ചുകൊണ്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എഴുന്നേറ്റ് അവർക്ക് സ്ഥാനം കൊടുക്കാവുന്നതാണ്. സജ്ജാദത്തിട്ടു സ്ഥലം പിടിക്കുന്നുണ്ട്, അത് തന്നെയും ശരിയല്ല, മക്റൂഹുണ്ട്. അതാ ഞാൻ മുകളിൽ പറഞ്ഞത്. സജ്ജാദത്ത്, നിസ്കാര വിരിപ്പ് ഇട്ടിട്ട് പോവുക, മണിക്കൂറുകളോളം ആ സ്ഥലം വേസ്റ്റായി കിടക്കുക, അദ്ദേഹം വരുമ്പോൾ അവിടെ ഇരിക്കാൻ വേണ്ടി, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് മറ്റുള്ളവർക്ക് ഇബാദത്ത് ചെയ്യുന്നതിന് ആ സ്ഥലം തടസ്സമായി വരും. അത് കറാഹത്താണ്. ഇബാദത്തില്ലാതത്രയും സ്ഥലം ശൂന്യമായി കിടക്കേണ്ടതായി വരുത്തുന്നതും അന്യായമായി. മറ്റുള്ളവർ ഇബാദത്ത് ചെയ്യേണ്ട സമയമാണത്. അപ്പം അത്രയും സമയം ഇദ്ദേഹം വരുന്നത് വരെ ആ സ്ഥലം വെറുതെ കിടക്കൽ അത് മോശമായ കാര്യമാകുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാകുന്നു. മുസല്ല ഇട്ടിട്ട് പോവുക, പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, അത് പാടില്ല. ബദലായി ഒരാളെ നിനക്കിരുത്താമെന്ന നീ ചെന്നിരുന്നും കൊണ്ട് മാറ്റൽ നന്ന. എന്നാൽ വേറൊരാളെ ഇരുത്തുക, ഞാൻ വരുമ്പോൾ മാറിത്തണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട്, അതിന് കുഴപ്പമില്ല. അയ്യൂബിയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 287 ഒന്നിൽ വന്നതാ. അപ്പോൾ ഒരാളെ പകരം ഇരുത്തി പോവുക, തിരിച്ചു വരുമ്പോൾ നമ്മൾ തന്നെ ഇരിക്കുക, അത് കുഴപ്പമില്ലാത്തതാണ്. ഇബാദത്തിൻ്റെ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ പറയുന്ന മസ്ജിദ്, പള്ളിയുടെ പരിപാലനത്തിൻ്റെ കാര്യങ്ങൾ, പള്ളിയിൽ പാലിക്കേണ്ട മര്യാദകൾ, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയ പിഴവുകൾ അല്ലാഹു മാപ്പാക്കി തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു മിത്രാദികൾ എല്ലാവർക്കും അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുക്കട്ടെ. നമ്മുടെ മക്കൾക്ക് നാഫിയായ കൂർമ്മ ബുദ്ധിയും കൊടുത്ത് നല്ല സാലിഹ്യങ്ങളും സാലിഹാത്തുകളുമായ മക്കളായി വളരാൻ അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. എല്ലാവിധമായ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അപകടമരണങ്ങളിൽ നിന്നും നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും കുടുംബസമേതം എത്രയും പെട്ടെന്ന് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.